ഹായ്, നമുക്ക് ജീവിതത്തിൽ നേടിയെടുക്കേണ്ട ഏത് കാര്യങ്ങൾക്കും പിറകിൽ നമുക്കൊരു ലക്ഷ്യം ആവശ്യമാണ്. അല്ലെങ്കിൽ ഒരു ലക്ഷ്യ ക്രമീകരണം വളരെ സഹായകമാണ് നമ്മുടെ ആഗ്രഹങ്ങളിലേക്കും നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിലേക്കും. നമ്മുടെ ലക്ഷ്യം നിർണ്ണയിക്കുമ്പോൾ തന്നെ നമ്മുടെ നേട്ടങ്ങൾ നേടുവാനുള്ള ആദ്യ പടി നമ്മൾ കണ്ടെത്തി എന്നതാണ്. കൃത്യമായ ഒരു ഗോൾ സെറ്റിംഗ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. അതിപ്പോൾ ജോലി സ്ഥലത്താണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഇനി മുന്നോട്ടുള്ള ഏത് യാത്രയിലാണെങ്കിലും നമുക്ക് ഉപകാരപ്രദമുള്ളൊരു കാര്യമാണ് ലക്ഷ്യക്രമീകരണം എന്നത്. ഈ ലക്ഷ്യക്രമീകരണത്തിൻ്റെ നേട്ടവും അതിൻ്റെ പ്രാധാന്യവും എന്താണ്? അഥവാ നമ്മൾ ഒരു ശരിയായ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും അല്ലെങ്കിൽ നമ്മുടെ ഊർജ്ജസ്വലമാക്കുന്നതിനും അല്ലെങ്കിൽ ആ ഒരു ഗോൾ ക്രമീകരിക്കുന്നതിനും വളരെ പ്രാധാന്യം നമുക്കെല്ലാവർക്കും ഇതുകൊണ്ടുണ്ടാവുന്നു. പിന്നെ എന്തിനാണ് നമ്മൾ ലക്ഷ്യങ്ങൾ ക്രമീകരിക്കുന്നത് അല്ലെങ്കിൽ ലക്ഷ്യം വയ്ക്കുന്നത്, എന്താണ് അതിൻ്റെ ഒരു നേട്ടം എന്നതാണ്. ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുന്നതിൻ്റെ പ്രാധാന്യം അനുഭവത്തിലൂടെയും അല്ലെങ്കിൽ നമ്മൾ ഒരു ജോലി സ്ഥലം അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളിലേക്ക് ക്രമീകരിക്കുന്നതിന് ഉൾപ്പെടുന്നൊരു കാര്യമാണ്. അഥവാ മെച്ചപ്പെട്ട നമ്മുടെ കൂടുതലായിട്ടുള്ള പ്രകടനങ്ങൾ അഥവാ നമ്മുടെ ഊർജ്ജത്തെ നയിക്കുന്നതും പ്രവർത്തികളെ നൈപുണ്യത്തോടെ നിർവഹിക്കുന്നതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഇത് ചെയ്യുന്നു. നമ്മുടെ സാങ്കേതിക വിദ്യ മെച്ചപ്പെടുത്തുവാനുള്ള വിവിധ ജോലികളിലുടനീളം ഇത് മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് അതിൽ ശ്രദ്ധിക്കാനും സ്ഥിരോത്സാഹവും സ്വയം മെച്ചപ്പെടുത്തുന്നതിനുള്ള നമ്മുടെ വ്യക്തിപരമായ ആവശ്യം തിരിച്ചറിയാനും കൂടുതൽ നേരം അതിന് ശ്രദ്ധിക്കാനും നമ്മെ സഹായിക്കുന്നു. അല്ലെങ്കിൽ കൂടുതൽ ആന്തരിക പ്രചോദനവും ലക്ഷ്യങ്ങൾ നേടുന്നതിനായി പ്രവർത്തിക്കുന്നതിന് സാധാരണയായി ഉയർന്ന ആന്തരിക പ്രചോദനത്തിലേക്ക് നയിക്കുന്നു. നമ്മുടെ അന്തർലീനമായ സംതൃപ്തി, താല്പര്യം, ജിജ്ഞാസ എന്നിവ കൂടുതൽ നയിക്കുന്നു. വർദ്ധിച്ച സ്വയം ഭരണവും സ്വയം നിർണയവും അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ നിയന്ത്രണത്തിലായിരിക്കുകയും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ജീവിത മേഖലയിൽ ഒരു മാറ്റം വരുത്താൻ കഴിയുകയും ചെയ്യും. ഇത് ജോലിയിൽ കൂടുതൽ ആനന്ദം ലഭിക്കാനും ജോലികൾ കൂടുതൽ ആസ്വദിക്കാനും അല്ലെങ്കിൽ ഇടപെടൽ കൂടുതൽ പരിശ്രമിക്കാനും ഇത് കാരണമാകുന്നു. ഇനി ഉയർന്ന സംതൃപ്തി. വ്യക്തമായ ലക്ഷ്യങ്ങളുള്ള വ്യക്തികൾ സാധാരണയായി മെച്ചപ്പെട്ട മൊത്തത്തിലുള്ള സംതൃപ്തി നേടുന്നു. ഇനി മെച്ചപ്പെട്ട പെരുമാറ്റം, മെച്ചപ്പെട്ട പ്രകടനം അല്ലെങ്കിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു ലക്ഷ്യങ്ങൾ കൂടുതൽ രീതിയിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി സഹകരണമായൊരു പെരുമാറ്റം വർദ്ധിപ്പിക്കാനും അല്ലെങ്കിൽ നമ്മൾ ടീമുകൾക്കുള്ളിൽ ഒരു ലക്ഷ്യം വ്യക്തികൾക്കിടയിലും സഹകരണം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. മറ്റുള്ളവരെക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതും സ്വയം മെച്ചപ്പെടുത്തുന്നതിലുള്ള ശ്രദ്ധ കേന്ദ്രീകരിക്കാനും പ്രോത്സാഹിപ്പിക്കാനും കഴിയും. ഇനി മെച്ചപ്പെട്ട ക്ഷേമവും അല്ലെങ്കിൽ വ്യായാമം, ആരോഗ്യകരമായ ഭക്ഷണം അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ തിരഞ്ഞെടുക്കുവാനും അല്ലെങ്കിൽ അവ പിന്തുടരുന്നത് പോലുള്ള കുറേ ലക്ഷ്യബോധമുള്ള പെരുമാറ്റവും മാനസിക, വൈകാരികമായ, ശാരീരികമായ ക്ഷേമത്തെ പിന്തുണയ്ക്കുന്നു. അഥവാ പോസിറ്റീവ് മനഃശാസ്ത്രപരമായ ഫലങ്ങൾ ആഗ്രഹിക്കുന്ന ഫലം പിന്തുടരുന്ന സമീപന ലക്ഷ്യങ്ങൾ പുതിയ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയും ജോലിയിൽ ഏർപ്പെടാനും കൂടുതൽ ബന്ധമുണ്ടാക്കാനും പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ ഒരു വിപരീതം എന്ന നിലയിൽ അഭികാമ്യമല്ലാത്ത പ്രത്യാഘാതങ്ങൾ തടയാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ, സമ്മർദ്ദം, ഉത്കണ്ഠ, ഭയം തുടങ്ങിയ നെഗറ്റീവ് വികാരങ്ങൾക്ക് ഇത് കാരണമാവുകയും ചെയ്യുന്നു. ഇനി കൂടുതൽ പരിശ്രമം, പഠനത്തിലും മെച്ചപ്പെടുത്തലിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കുറച്ച് ലക്ഷ്യങ്ങൾ സാധാരണയായി പ്രവർത്തനത്തിൻ്റെ ആസ്വാദ്യത വർദ്ധിപ്പിക്കുകയും ഉയർന്ന തലത്തിലേക്കുള്ള പരിശ്രമത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. അഥവാ നമ്മുടെ ഇമോഷൻ നിയന്ത്രിക്കാനും അല്ലെങ്കിൽ ആത്മാഭിമാനം മെച്ചപ്പെടുത്തുകയും അല്ലെങ്കിൽ ചികിത്സാ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഇമോഷനുകൾ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിനും കൂടുതൽ പോസിറ്റീവായ ഒരു ആത്മാഭിമാനം കെട്ടിപ്പടുക്കുന്നതിനും അവയെ നേരിടാനുള്ള സംവിധാനങ്ങൾ പഠിക്കുന്നതിനുമുള്ള അവസരങ്ങൾ നൽകുന്നു. ഇനി ലക്ഷ്യക്രമീകരണം കൊണ്ടുവരുന്ന നേട്ടങ്ങളും ഓരോ വ്യക്തവും അല്ലെങ്കിൽ വെല്ലുവിളിയും നിറഞ്ഞായി നന്നായി ഘടനാപരമായ ലക്ഷ്യങ്ങൾ വികസിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള ശാസ്ത്രജ്ഞന്മാർ ഇവിടെ കുറേ പര്യവേക്ഷണം ചെയ്തു വരുന്നു. അഥവാ വിജയത്തിൻ്റെ രഹസ്യം എന്തുകൊണ്ട് ശരിയായ ലക്ഷ്യങ്ങൾ വയ്ക്കുന്നു എന്നതാണ്. അഥവാ നമ്മുടെ മൂല്യങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടുള്ള ലക്ഷ്യങ്ങൾ പിടിച്ചെടുക്കുന്നതിൻ്റെയും വ്യക്തമായി നിർവചിക്കുന്നതിൻ്റെയും പ്രാധാന്യം പരിശോധിക്കുക. അഥവാ വെല്ലുവിളി നിറഞ്ഞ ലക്ഷ്യങ്ങളിലേക്ക് മുന്നേറുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ശാരീരിക ഫലങ്ങളെ കുറിച്ച് പറയുന്നു. ഇനി അവയുടെ ഉദാഹരണങ്ങൾ എന്താണെന്ന് നോക്കാം. ലക്ഷ്യം നിശ്ചയിക്കുക വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ഒരു സാങ്കേതിക കാര്യമാണ്. അത് താഴെ പറയുന്ന ലക്ഷ്യം
തരങ്ങളും അല്ലെങ്കിൽ ഉദാഹരണമായി മനസ്സിലാക്കുന്ന നമ്മുടെ ലക്ഷ്യനിർണ്ണയ കഴിവുകളും മെച്ചപ്പെടുത്തുന്നു. ഇനി ഹ്രസ്വകാല ലക്ഷ്യങ്ങളുടെ ഉദാഹരണങ്ങൾ അഥവാ ചെറിയ ലക്ഷ്യങ്ങൾ, ചെറിയ ഗോൾസുകൾ അല്ലെങ്കിൽ നമ്മൾ ഷോർട്ട് ടൈം ഗോൾസുകളുടെ എക്സാമ്പിൾ പറയാം. നമ്മുടെ പല ലക്ഷ്യങ്ങളും ഉടൻ പൂർത്തീകരിക്കാനും അല്ലെങ്കിൽ സാധാരണയായി മണിക്കൂറുകൾ, ദിവസങ്ങൾ അല്ലെങ്കിൽ ആഴ്ചക്കുള്ളിൽ, എക്സാമ്പിളായിട്ട് മിഡ് ടൈം പരീക്ഷയ്ക്ക് പഠിക്കുന്ന നിങ്ങളുടെ ഒരു കുട്ടിയാണെങ്കിൽ അല്ലെങ്കിൽ ജോലിക്ക് അപേക്ഷിക്കുക ചെയ്യുക എന്നതാണെങ്കിൽ 3 ആഴ്ചത്തേക്ക് ദിവസം 8 ഗ്ലാസ് വെള്ളം കുടിക്കുക എന്നതാണെങ്കിലും അല്ലെങ്കിൽ മാസം കുടുംബാംഗങ്ങളുമായി സുഹൃത്തുക്കളുമായി കൂടുതൽ ഗുണനിലവാരമുള്ള സമയം ചെലവഴിക്കുക എന്നിവയാണെങ്കിലും ഇതെല്ലാം ഷോർട്ട് ടൈം ഗോൾസുകളാണ്. ഇനി നമുക്ക് ദീർഘകാല ലക്ഷ്യങ്ങളുടെ ഉദാഹരണം എക്സാമ്പിൾ നോക്കാം, അഥവാ ലോങ് ടൈം ഗോൾസുകളുടെ എക്സാമ്പിൾ എന്താ നോക്കാം. ഇതിന് വിപരീതമായി നിന്നും ദീർഘകാല അല്ലെങ്കിൽ ലോങ് ടൈം ലക്ഷ്യങ്ങളിൽ വളരെ കാലം, ഒരു പക്ഷേ മാസങ്ങളും വർഷങ്ങളും ശ്രദ്ധാപൂർവ്വം തിരഞ്ഞെടുത്ത ലക്ഷ്യങ്ങൾ ഉൾപ്പെടുത്തുന്നു. അവ ദീർഘകാല പരിപ്രവർത്തനങ്ങളിലോ അല്ലെങ്കിൽ ശ്രദ്ധാപൂർവ്വം തിരഞ്ഞെടുത്ത ഫലങ്ങളിലോ നമ്മെ നയിക്കുന്നു. ബിരുദം നേടൽ അല്ലെങ്കിൽ പുതിയൊരു ബിസിനസ് ആരംഭിക്കുകയും വളർത്തുകയും ചെയ്യുക, അല്ലെങ്കിൽ ഒരു അക്കാദമിക് വിഷയത്തിൽ വിദഗ്ധനാവുക എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ഇനി ഓരോ വ്യക്തിഗത ലക്ഷ്യങ്ങളുടെ എക്സാമ്പിൾ നോക്കാം. വ്യക്തിഗതപരമായ ലക്ഷ്യങ്ങൾ അഥവാ ഹ്രസ്വകാലമോ അല്ലെങ്കിൽ ദീർഘകാലമോ ആകാം, അഥവാ ഷോർട്ട് ടൈമോ അല്ലെങ്കിൽ ലോങ് ടൈമോ ഉള്ള ഗോൾസുകളാണെങ്കിൽ അവ പലപ്പോഴും നമുക്ക് കൂടുതൽ അർത്ഥമായതും അല്ലെങ്കിൽ മൂല്യാധിഷ്ഠിതമായ ആഴത്തിൽ വ്യക്തിപരമായ കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലും ഉൾപ്പെടുന്നു എന്നതാണ്. ഒരു കുടുംബം ആരംഭിക്കുക, അല്ലെങ്കിൽ ആഴ്ചയിൽ 2 തവണയെങ്കിലും വ്യായാമം ചെയ്യുക, ആരോഗ്യകരമായ ഭക്ഷണം സ്വീകരിക്കുക എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇനി ജോലിക്കുള്ള ലക്ഷ്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ഒരു ജോബ് നേടാനുള്ള നമ്മുടെ ഗോളുകൾ എങ്ങനെയാണ് ക്രമീകരിക്കുക? സാധാരണയായി നമുക്കൊരു ജോബ് അല്ലെങ്കിൽ ജോലി സ്ഥല ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ടാസ്ക്, പ്രൊജക്റ്റ് പ്രകടനം, അല്ലെങ്കിൽ നമ്മുടെ കരിയറിലെ പുരോഗതി, അല്ലെങ്കിൽ ഒരു ടീമിൻ്റെയോ സ്ഥാപനത്തിൻ്റെയോ വിജയത്തിന് സംഭാവന നൽകുക എന്നിവയെല്ലാം ഇത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. നിലവിലുള്ള ഒരു റോളിൽ കൂടുതൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക, അല്ലെങ്കിൽ ഒരു സ്ഥാനക്കയറ്റം നേടുക, അതീവ കോൺഫിഡൻസായി പങ്കെടുക്കുകയും അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ നെറ്റ്വർക്ക് നിർമ്മിക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ വിൽപ്പന ടീമിൻ്റെ ഉൽപ്പാദനക്ഷമതയും വിജയം വർദ്ധിപ്പിക്കുക, നടപ്പിലാക്കുന്നതിന് മുമ്പ് പുതിയ സോഫ്റ്റ്വെയർ പഠിക്കുക എന്നിവയെ ഉൾപ്പെടുന്നു. ഇനി വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ എന്താണ്? നമ്മൾ പഠിക്കുമ്പോൾ വിദ്യാർത്ഥികൾ ഇപ്പോൾ എവിടെയാണെന്നതും അവരുടെ ലക്ഷ്യാവസ്ഥയും തമ്മിലുള്ള വ്യത്യാസം പലപ്പോഴും മനസ്സിലാക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ ശരിയായ ദിശയിലേക്ക് നീങ്ങുന്നതിനുള്ള ലക്ഷ്യനിർണ്ണയത്തിൻ്റെ ഗുണങ്ങൾ അവർ കാണാൻ തുടങ്ങുന്നു. ഇതുപോലെ കോഴ്സ് മെറ്റീരിയൽ അർത്ഥവത്താക്കാൻ പരിശ്രമിക്കുക, ക്ലാസ്സിനുള്ളിൽ ഉയർന്ന ഗ്രേഡുകൾ നേടാൻ ലക്ഷ്യമിടുക, വർഷാവസാനം പരീക്ഷയിൽ മികച്ച സ്കോറുകൾ നേടാൻ ആഗ്രഹിക്കുക, പുതിയ ആശയങ്ങൾ പഠിക്കുക, അവ പ്രയോഗിക്കാനുള്ള വഴികൾ കണ്ടെത്തുകയും ഇതുകൂടെ ചെയ്യുന്നു. ഇനി ചികിത്സാ ലക്ഷ്യങ്ങൾ. പല ചികിത്സാ സാഹചര്യങ്ങളിലും ലക്ഷ്യങ്ങൾ അനിവാര്യമാണ്. അഥവാ പലപ്പോഴും തുടർന്നുള്ള സെഷനുകൾക്കുള്ള ഒരു അജണ്ട നിശ്ചയിക്കുകയും പ്രധാനപ്പെട്ട ഗൃഹപാഠ അസൈൻമെൻറ്റുകൾ നൽകുകയും ചെയ്യുന്നു. നിർണായകമായി അവ തെറാപ്പി സെഷനുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും പുരോഗതി ട്രാക്ക് ചെയ്യാനും സഹായിക്കുന്നു. വ്യക്തമായ ലക്ഷ്യബോധവും ദിശാബോധവും നൽകുന്നു. അവയിൽ ഉൾപ്പെടുന്ന കുറച്ച് കാര്യങ്ങളാണ്: നമ്മുടെ ഇമോഷണൽ നിയന്ത്രണ കാര്യങ്ങൾ പഠിക്കുകയും അത് പ്രയോഗിക്കുകയും ചെയ്യുക, അഥവാ സംതൃപ്തവും അല്ലെങ്കിൽ വാല്യൂ ആയിട്ടുള്ള ഒരു ലൈഫിനെ സൃഷ്ടിക്കുന്നതിലേക്ക് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വ്യക്തിബന്ധങ്ങൾ, സംഘർഷ പരിഹാരം, സമ്മർദ്ദം കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുക. ഇനി ലക്ഷ്യക്രമീകരണം എന്താണ്, അത് എങ്ങനെ നന്നായി ചെയ്യാമെന്നതിൽ 3 ചോദ്യങ്ങൾ വീണ്ടും പരിശോധിക്കാം. അഥവാ ലക്ഷ്യക്രമീകരണം പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ലക്ഷ്യക്രമീകരണത്തിൻ്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യക്രമീകരണം എങ്ങനെ വളർത്തിയെടുക്കാം എന്നിവയാണ്. 3 സൗജന്യ ഗോൾസ് വ്യായാമങ്ങൾ നിങ്ങൾക്ക് PDF ആയോ അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്തോ നിങ്ങൾക്ക് നെറ്റിൽ നിന്നും എടുക്കാവുന്നതാണ്. അതുപയോഗിച്ച് നിങ്ങളുടെ ലക്ഷ്യം ക്രമീകരിക്കാവുന്നതാണ്. ഇനി മാസ്റ്ററി ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബാസ്കറ്റ് ബോളിലോ അല്ലെങ്കിൽ ഡിഫൻസീവ് ബ്ലോക്കിൽ പ്രാവീണ്യം നേടുന്നതിന് പോലുള്ള ജോലി നിർവഹിക്കുന്നതിന് ആവശ്യമായ കഴിവുകളും പഠിക്കുന്നതിനാണ് മാസ്റ്ററി ലക്ഷ്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അവ അന്തർലീനമായ ഒരു പ്രചോദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ അവ അത്യന്താപേക്ഷിതമാണ്. പഠനത്തിലുള്ള അവരുടെ അന്തർലീനമായ സംതൃപ്തിയും സ്വയം മെച്ചപ്പെടുത്താനുള്ള ആഴമായ ആവശ്യവുമാണ് വ്യക്തികളെ നയിക്കുന്നത്. അവരുടെ സ്ഥിരോത്സാഹം, ആസ്വാദനം, ഫീഡ്ബാക്ക് സ്വീകരിക്കാനുള്ള സന്നദ്ധ എന്നിവയിൽ അവരുടെ പ്രചോദനം കാണപ്പെടുന്നു. ഇനി പ്രകടന ലക്ഷ്യങ്ങൾ എന്താണ്? പ്രകടന ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ പല ലക്ഷ്യങ്ങൾ എന്നും അറിയപ്പെടുന്നു. മറ്റുള്ളവയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കഴിവുകൾ
കഴിവുകളും പ്രകടിപ്പിക്കുന്നതിന് ഇവ ഉൾപ്പെടുന്നു. ഉദാഹരണത്തിന് വിദ്യാർത്ഥികൾക്ക് ഒരു ഉപന്യാസത്തിൽ ഉയർന്ന ഗ്രേഡ് നേടാനോ ഗണിത മത്സരത്തിൽ വിജയിക്കാനോ ആഗ്രഹിക്കാം. ഇനി അത്തരം ലക്ഷ്യങ്ങൾ സാധാരണയായി കൂടുതൽ ബാഹ്യമായ പ്രചോദിതമാണ്, കൂടാതെ അംഗീകാരത്തിൻ്റെ ആവശ്യകതയും ഇതിൽ ഉൾപ്പെടുന്നു. എന്നിരുന്നാലും പ്രകടന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മറ്റുള്ളവരെ മറികടക്കാൻ ശ്രമിക്കുന്നതിനുള്ള ഹ്രസ്വകാല വിജയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാലും കൂടുതൽ സമ്മർദ്ദം ഉത്കണ്ഠ അനുഭവപ്പെടാം. വാസ്തവത്തിൽ സാഹചര്യത്തെ ആശ്രയിച്ച് നമ്മൾ ഏതെങ്കിലും ഒരു ലക്ഷ്യം തരങ്ങളാൽ നയിക്കപ്പെടുന്നു. ഇനി ലക്ഷ്യങ്ങൾ എങ്ങനെ പ്രകടനം മെച്ചപ്പെടുത്താം? കായിക രംഗത്തും ജോലിസ്ഥലത്തും പ്രകടനം മെച്ചപ്പെടുത്തുന്ന ലക്ഷ്യങ്ങൾ വ്യാപകമായി അറിയപ്പെടുന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസം പോലുള്ള മറ്റു ജീവിത മേഖലകളിൽ ലക്ഷ്യക്രമീകരണം കൊണ്ടുവരുന്ന നേട്ടങ്ങൾ നിരവധിയാണ്. ലക്ഷ്യക്രമീകരണ പ്രകടനത്തിന് എങ്ങനെ സഹായിക്കുന്നു? നമുക്കൊരു പ്രചോദനം നൽകാൻ അവർ എന്ത് നേടണമെന്നും അവരുടെ ശ്രമങ്ങൾ എവിടെ കേന്ദ്രീകരിക്കണമെന്നും വ്യക്തമായി ശ്രദ്ധ കേന്ദ്രീകരിക്കലും അഥവാ പ്രചോദനം വർദ്ധിപ്പിക്കൽ വിദ്യാർത്ഥികളുടെ പ്രചോദനം വർദ്ധിപ്പിക്കുന്ന വെല്ലുവിളി നിറഞ്ഞ ലക്ഷ്യങ്ങളും നൽകും. ഇനി ആസൂത്രണവും ഓർഗനൈസേഷനും മെച്ചപ്പെടുത്തൽ വ്യക്തമായ ലക്ഷ്യങ്ങൾ സ്ഥാപിക്കുകയും അവയെ കൈകാര്യം ചെയ്യാവുന്ന ഭാഗങ്ങളായി വിഭജിക്കുകയും ചെയ്യുക. ഇത് സമയത്തിൻ്റെയും വിഭവങ്ങളുടെയും കൂടുതൽ കാര്യക്ഷമത ഉപയോഗത്തിലേക്ക് നയിക്കുന്നു. ഇനി ഉത്തരവാദിത്തം വർദ്ധിപ്പിക്കൽ നാഴികക്കല്ലുകൾ ട്രാക്ക് ചെയ്യൽ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനായി തന്ത്രങ്ങളും വിഭവങ്ങളും ക്രമീകരിക്കുക. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക പ്രചോദനം ശക്തിപ്പെടുത്തുന്നതിന് ആത്മവിശ്വാസം നൽകുകയും ചെയ്യുന്നു എന്നതാണ്. ഇനിയും ഒരുപാട് ലക്ഷ്യങ്ങൾ ഉൾപ്പെടുന്നു. നമ്മൾ ജീവിതത്തിൽ ഒരു ലക്ഷ്യം നിർണ്ണയിക്കുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പെട്ടെന്ന് സമയപരിധിക്കുള്ളിൽ നേടിയെടുക്കാൻ കഴിയും എന്നതാണ്.